എല്ലാവർക്കും നമസ്കാരം. കുട്ടിക്ക് മലയാളം അറിയാം? അതെ അതെ, നാനും എവ്വളോ നാൾ താൻ നല്ലവനാവേ നടിക്കരുത്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ എന്നാണല്ലോ. അതുകൊണ്ട് നമ്മൾ ഏത് ഭാഷയിൽ വീഡിയോ ഇട്ടാലും മലയാളം ചെയ്യുമെന്ന് പറഞ്ഞ ആൾക്കാർ ചോദിക്കും. ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടല്ല, പക്ഷേ ഈ തമിഴ്, തെലുങ്ക്, കന്നഡ, ഭോജ്പൂരി, ഹിന്ദിയൊക്കെ വിട്ട് പിന്നെ നമ്മുടെ ചലഞ്ചിങ് സ്റ്റാറിനെയൊക്കെ വിട്ട് വരാൻ മാത്രം ഇൻട്രസ്റ്റ് തോന്നുന്നൊരു മലയാളം പടം കാണണ്ടേ? അങ്ങനെ ഒടുവിൽ നോം ആ പടം കണ്ടെത്തി. കുട്ടി പറയുന്നത് എനിക്കത്ര വിശ്വസനീയമായി തോന്നുന്നില്ല. അയ്യോ വേണ്ടെന്നാ, ഉടനെ വിശ്വസിക്കണ്ട. പക്ഷേ ഞാൻ മുഴുവൻ ചെയ്ത് കഴിഞ്ഞിട്ട് വിശ്വസിക്കാമല്ലോ. അതുവരെ ഒന്ന് കൂടെ വന്നൂടെ? ഐ എം സോറി, എന്നെ കൊണ്ട് ഇപ്പോൾ സാധ്യമാവില്ല. നിങ്ങൾ മറ്റാരെങ്കിലും സമീപിക്കൂ. അയ്യോ അണ്ണാ അങ്ങനെ പറയരുത് പ്ലീസ്. ഫാൻസിന്റെ ഒരു ആഗ്രഹത്തിനുണ്ട്, പ്ലീസ് പ്ലീസ്. യു ക്യാരി ഓൺ. താങ്ക്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വാർത്തെടുക്കാൻ പോകുന്നത് തെക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പാതിരാക്കാറ്റ് മത്ത് പിടിപ്പിക്കുന്നവരെ വലിച്ചെടുത്താൽ മാത്രം പടച്ചുവിടാൻ പറ്റുന്ന ഒരു യമലോഹ മാസ്റ്റർ പീസ് ക്ലിയോപാട്ര. ഈ ജിത്തു ജോസഫ് പടങ്ങളൊക്കെ കാണുന്ന പോലെ ഒരു ഇംഗ്ലീഷ് ടാഗ് ലൈനും കൂടെ ഉണ്ട്, ക്ലിയോപാട്ര ദ സിമ്പിൾ ഓഫ് ബ്യൂട്ടി. ഇതിനിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കഞ്ചാവ്, കാറ്റസ്ട്രോഫിക് ഡോൺ എന്ന് വേണമെങ്കിലും പേരിടാം. കാരണം ഈ പടവും ഈ പേരുമായിട്ട് യാതൊരു ബന്ധമില്ല. നിങ്ങൾ പറഞ്ഞു നോക്കേ, ഏതെങ്കിലും ഒരു പേര് പറ, ചുമ്മാ ട്രൈ ചെയ്ത് നോക്ക്. പേര് പറഞ്ഞ മോനെ തരുമോ? അതിനുള്ള പ്രായം കഴിഞ്ഞില്ലേ തള്ളേ? അപ്പോൾ പടം തുടങ്ങുമ്പോൾ നല്ല ടോപ്പ് നോച്ച് VFX ടൈറ്റാനിക് പോയിന്റിൽ ജാക്ക് ഇല്ലാത്തത് പോലും അറിയാതെ ഒറ്റയ്ക്ക് നിന്ന് ആനന്ദ തുന്തൽ പാടുന്ന റോസിനെയാണ് നമ്മൾ കാണുന്നത്. சார் அப்படியே கடையில இருந்து வாங்கிட்டு வந்த மாதிரி இருக்கு. ரியலாவே இல்லையே. பண்ணா ரியலா பண்ணணும். எப்படி? சூப்பர். இப்ப எப்படி ரியலா இருக்கு பாருங்க. പക്ഷേ റോസാള് നിസാരക്കാരിയല്ല. ഉലക സിനിമയിൽ ഉലകനായകനും ചെയ്യാൻ വിക്രമിന് ശേഷം ഒരു പാർട്ടി തന്നെ ഏറ്റവും കൂടുതൽ ഫാൻസി ഡ്രസ്സ് കളിച്ച റെക്കോർഡ് ചേച്ചിക്കാണ്. റോസ്, രാധ, ശകുന്തള തൊട്ട് ഒറ്റയ്ക്കിരുന്ന തമ്പുര തെമ്പുന്ന തള്ളയും ആളില്ലാത്ത കൊട്ടാരത്തിൽ ചിലങ്ക കെട്ടി സിനിമാറ്റിക് ഡാൻസ് കളിക്കുന്ന രാജകുമാരി വരെ എല്ലാം ചേച്ചിയുടെ കരങ്ങളിൽ സേഫാണ്. ചിലങ്കയില്ല. ശരിയാ, സിനിമാറ്റിക് ഡാൻസിൽ ചിലങ്കയില്ല. നീ വണ്ടി എടുത്ത്. വണ്ടി എടുക്കാം, പക്ഷെ ചിലങ്കയില്ല. ലക്ഷങ്ങൾ പഠിച്ച് ലാവിഷായിട്ട് ഷൂട്ട് ചെയ്ത് ദശാവതാരം പാട്ടും ഈ പടവുമായിട്ട് അന്റാർട്ടിക്ക അണ്ടിപ്പരിമ്പ് തമ്മിലുള്ള ബന്ധം പോലും ഇല്ല. ഇതൊക്കെ നമ്മുടെ ചേച്ചി സുധീഷ് സാറുമായിട്ട് ഒരു കാറിൽ പോകുമ്പോൾ കാണുന്ന സ്വപ്നം മാത്രമാണ്. നട്ടുച്ചയ്ക്ക് ഫോഗ്ലൈറ്റ് കത്തിച്ച് നടുറോട്ടി വണ്ടി നിർത്തി പുറത്തിറങ്ങിയ സുധീഷ് സാർ ഒരു സിഗ്നൽ കാണിച്ചിട്ട് അങ്ങോട്ട് മാറും. അപ്പൊ ഇവർ രണ്ടുപേരും തിക് ഫ്രണ്ട്സ് ആണ്. എമ്മാതിരി തിക്കെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഒരാൾ മനസ്സിലാലോചിക്കുന്ന ചോദ്യത്തിന് മറ്റേ ആൾ തെളിപ്പതി വഴി മനസ്സിലാക്കി മനസ്സിൽ തന്നെ ഉത്തരം പറയും. ഞാൻ ഡ്രൈവ് ചെയ്യണോ? അത് വേണോ? ഇവർ തമ്മിൽ ഇത്രയും തിക് ഫ്രണ്ട്സ് ആവാൻ കാരണം സുധീഷ് സാറിന്റെ ഒരു ക്യാരക്ടറാണ്. സുധീഷ് സാർ ആക്ച്വലി ആധുനിക പുരുഷനിൽ നിന്ന് സ്ത്രീകൾ എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാ ക്യാരക്ടേഴ്സും ഒന്നടങ്ങിയ ഒരു കഥാപാത്രത്തെയാണ് ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം വാക്തർക്കങ്ങൾ നീട്ടിക്കൊണ്ടു പോകാറില്ല. നിന്നോട് പറഞ്ഞു ജയിക്കാനാവില്ലെന്ന് എനിക്കറിയാം. മിതഭക്ഷണം. ബിസ്ക്കറ്റ് ഇല്ലേ? നോ പ്രോബ്ലം. പ്രൊഡക്ഷൻ ലാബ് ബിസ്ക്കറ്റിന്റെ കാര്യം മറക്കണ്ട. വേണ്ടല്ലോ. നോ താങ്ക്സ്. മാരകമായ ധൈര്യം. എന്താ? പിന്നെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള അപാരമായ കഴിവ്. അല്ല, പുറത്താരെയും കാണുന്നില്ലല്ലോ. നമുക്ക് നോക്കാം. അപ്പൊ അകത്തായിരിക്കും. കാര്യം ഇത്രയ്ക്ക് കഴിവുകളുണ്ടെങ്കിൽ സുധീഷ് സാറിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ സിനിമയിൽ ഒരു ഇൻഡിപെൻഡന്റ് സിനിമാറ്റോഗ്രാഫർ ആവുക എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു പടം വേണമല്ലോ, ആ പടത്തിന് ഒരു ഡയറക്ടറും വേണം. അതിനായിട്ട് സുധീഷ് സാർ കണ്ടുപിടിച്ച ആളാണ് നമ്മുടെ ചേച്ചി. ചേച്ചി ഒരു ഡയറക്ടറാണ്. ഇതുവരെ പടമൊന്നും എടുത്തിട്ടില്ല, പക്ഷേ ഉടനെ എടുക്കും. അപ്പം നേരത്തെ പറഞ്ഞ പോലെ സിനിമ ഡയറക്ടറിന് ഒരു സ്ക്രിപ്റ്റ് വേണമല്ലോ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ രാവിലെ വണ്ടി എടുത്ത് ഒരു 8-8:30 ആകുമ്പോഴത്തേക്കും കണ്ണി കണ്ട നോവലിസ്റ്റുകളുടെയൊക്കെ വീട്ടിൽ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചിട്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതി തരാമെന്ന് ചോദിക്കും. ഈ കോംബോ കണ്ടാൽ തന്നെ അത്ര പന്തി അല്ലാത്തതുകൊണ്ട് എല്ലാവരും ആട്ടിവിടും. അങ്ങനെ ഇവരുടെ 23ാമത്തെ ശ്രമത്തിലാണ് പടം തുടങ്ങുന്നത്. അപ്പോൾ ഇവരിപ്പോൾ പ്രൊഫസർ രാംദാസിനെ കാണാൻ വന്നിരിക്കുകയാണ്. രാവിലെ എഴുന്നേറ്റ് ഇഡലി തിന്നാൻ കസവിന്റെ ജുബ്ബ ഇട്ട് നടക്കുന്ന ഇദ്ദേഹമാണ് ആ പ്രൊഫസർ. മരത്തടിയിൽ പ്രൊഫസർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്തിന്റെ പ്രൊഫസറാണെന്ന് അങ്ങേർക്ക് പോലും അറിഞ്ഞുകൂടാ. പിന്നെ നമ്മുടെ ചേച്ചിയും സാറും സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. വന്നുള്ളത് തന്നെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു സ്ക്രിപ്റ്റ് മേടിച്ചെടുക്കണം. കാര്യം കാണാൻ കഴുതക്കാല് പിടിക്കണമെന്നാണെങ്കിലും കാര്യം കാണാൻ കഴുതക്കാല് പിടിക്കണമെന്നാണെങ്കിലും ഒരു കാര്യം നടത്തിയെടുക്കാനായിട്ട് സോപ്പിടൽ പതിവാണല്ലോ. അതുകൊണ്ട് ചേച്ചി ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങി. സാർ എഴുതിയ ഒട്ടുമിക്ക പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ മഞ്ഞ് പെയ്യുമ്പോൾ ഫാന്റാസ്റ്റിക്. താങ്ക്സ്. ഞാനതൊരു 100 തവണയെങ്കിലും വായിച്ചിട്ടുണ്ട്. നിങ്ങൾ വന്ന കാര്യം പറയൂ. ജീവിതത്തിൽ ഒരു തവണ പോലും തിരക്കഥ എഴുതിയിട്ടില്ലാത്ത ഒരു നോവലിസ്റ്റിനോട് വന്ന് തിരക്കഥ എഴുതി തടവെന്ന് പറയുന്നത് പച്ചപ്രാന്താണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ പ്രൊഫസർ പറ്റില്ല എന്ന് പറഞ്ഞ് അവരെ ആട്ടിവിടും. പക്ഷേ ചേച്ചി ഭയങ്കര ശുഭാപ്തി വിശ്വാസത്തിലാണ്. അത് പിന്നെ ചേച്ചിയുടെ ഒരു ക്യാരക്ടറിൻ്റെയാണ്. ചേച്ചി എപ്പോഴും ഒരു കുതിരത്തൈലം മോഡാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്കൊക്കെ ഒരു ഫോൺ കോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഹലോ, ഓക്കെ, അങ്ങനെയാണോ, അങ്ങനെ ഇതങ്ങനെയല്ലേ? ഇത് തന്നെ ചേച്ചി പറയുമ്പോൾ അത് വേറൊരു വൈബാണ്. പിന്നെ ആളുകളെ കാണുമ്പോൾ എഴുന്നേറ്റ് ബഹുമാനിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അവരുടെ ഫോൺ വരുമ്പോൾ ബഹുമാനിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? ചേച്ചി അതും ചെയ്യും. ഹലോ, പറയൂ സർ. ഹലോ, നമസ്കാരം സർ. പിന്നെ എല്ലാം വളരെ നാച്ചുറൽ ആവണമെന്ന് ചേച്ചിക്ക് വളരെ നിർബന്ധമാണ്. അതുകൊണ്ട് ലിപ്സിംഗ് ഒന്നും ഇല്ലെങ്കിൽ നഴ്സറി പിള്ളേർ ആക്ഷൻ സോങ് പോലെ വിരലും കൈയൊക്കെ കൊണ്ട് കഥകളി കാണിച്ച് ചേച്ചി അതങ്ങ് ഒപ്പിക്കും. അതല്ല, നീ ഒരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ? രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ഒന്ന് തന്നെ.
അതാണ് സംഭവം. നാട്യശാസ്ത്രത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവർക്ക് ഇതൊന്നും അറിയില്ല, നാണം തന്നെ പറ. മംഗലശീലേ രസവിസ്തൃതിക്ക് അംഗം മുഴുവൻ തുണയ്ക്കു വേണ്ട. അതുകൊണ്ട് ശരീരം അനക്കാതെ മുഖം കൊണ്ട് നവരസങ്ങൾ ഓരോന്നായി കാണിക്കൂ. കാരണം ഇതുപോലെ കാണിക്കൂ. അപ്പോൾ അങ്ങനെ രൊക്കം 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പ്രൊഫസർ ചേച്ചിയെ വിളിച്ച് സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കാൻ സമ്മതിച്ചു. പക്ഷേ അങ്ങേർക്ക് വീട്ടിലിരുന്ന് എഴുതാൻ പറ്റില്ല, എന്തോ ഒരു ട്രോമയുണ്ട്. അതുകൊണ്ട് അങ്ങേർക്ക് വേറൊരു സ്ഥലം വേണം. പ്രൊഡ്യൂസർ നല്ല ക്യാഷ് ഉള്ള ആളല്ലേ, അമേരിക്കൻ ഡോളേഴ്സ് എറിയട്ടെ, നമുക്ക് ഏതെങ്കിലും നല്ല റിസോർട്ടിൽ 3 കോട്ടേജ് ബുക്ക് ചെയ്യാം. അതൊന്നും പറ്റില്ല. ഇതുവരെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടില്ലാത്തവൻ ഇനി എഴുതാൻ പോകുന്ന സ്ക്രിപ്റ്റിൽ ഇതുവരെ പടം ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ചേച്ചി പുതുമുഖങ്ങളെ വെച്ചെടുക്കുന്ന പടത്തിന് വേണ്ടി കോടികൾ ചെലവാക്കും നമ്മുടെ അമേരിക്കക്കാരൻ ജയദേവൻ സാർ. പക്ഷെ അദ്ദേഹത്തിന് ഒരു ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. നമ്മുടെ എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ബംഗ്ലാവ് യോജന നടത്തണം എന്നല്ലേ? അപ്പോൾ എന്തെഴുതണമെന്ന് പോലും അറിയാത്ത പ്രൊഫസറിനെ കൂട്ടി ചേച്ചിയും സുജി സാറും എഡ്വേർഡ് ബംഗ്ലാവിലോട്ട് വരും. എന്നിട്ട് ചേച്ചി പ്രൊഫസറിനെ ബംഗ്ലാവ് മുഴുവൻ കൊണ്ടു നടന്ന് കാണിക്കും. മധ്യ തിരുവിതാംകൂർ ഭരിച്ചുകൊണ്ടിരുന്ന രാജാവാ, പേര് ശശി. അങ്ങനെ ബംഗ്ലാവൊക്കെ കാണിച്ച് ഇരട്ടത്തൂടെ കോണിപ്പടി കയറ്റിച്ച് ഒരു റൂമിൽ കൊണ്ട് ചെന്നിട്ട് ഇതാണ് സാറിന്റെ റൂം എന്ന് പറഞ്ഞ് അങ്ങേരെ അവിടെ കളഞ്ഞിട്ട് ചേച്ചിയും സുജി സാറും പോകും. കാര്യം ഇങ്ങനെ സ്വന്തം വീട്ടിൽ എന്നിട്ട് ട്രോമ ഉള്ളതുകൊണ്ടാണല്ലോ ഇങ്ങനെ വേറൊരു സ്ഥലം വേണമെന്ന് പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ സ്വന്തം വീട്ടിൽ നിന്ന് ചാരുകസേര, ടേപ്പ് റെക്കോർഡർ, കൊട്ടക്കണക്കിന് പുസ്തകം, എന്തിനേറെ പറയണം, ആന വലുപ്പത്തിലുള്ള ഒരു പിയാനോ വരെ ഇങ്ങനെ ഇങ്ങോട്ട് മാറ്റി. ഇതിനായിരുന്നെങ്കിൽ സ്വന്തം വീട്ടിൽ തന്നെ ഇരുന്നെങ്കിൽ എഴുതിയാൽ പോരെ. പിന്നെ നമ്മുടെ പ്രൊഫസർ ആളൊരു പ്രത്യേക ടൈപ്പാണ്. ഒരു കഥ എഴുതാനായിട്ട് ഇൻസ്പിറേഷന് വേണ്ടി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നോക്കും. വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് കിലോമീറ്ററുകൾ ഒറ്റയടിയങ്ങ് നടക്കും. പക്ഷേ ഒരു ഫലവുമില്ല. വെളുക്കുവോളം ഇരുന്ന് സംസ്കൃത ഭജനം കേട്ട് നോക്കും. പക്ഷേ ഒരു ഫലവുമില്ല. ഇതൊന്നും കൊണ്ട് ഒരു കാര്യമില്ലാത്തതുകൊണ്ട് ഇൻസ്പിറേഷന് വേണ്ടി ചുമ്മാ ഒരു കാര്യമില്ലാതെ ചെന്ന് ജനൽ തുറന്ന് പുക അണ്ണാക്കിലോട്ട് വലിച്ചു കയറ്റി ശ്വാസം മുട്ടിച്ചിട്ട് ഇൻഹേലർ വലിച്ചു കയറ്റും. പക്ഷേ എന്നിട്ടും ഒരു ഫലവുമില്ല. പക്ഷേ ഇത് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം റൂമിൽ ഒരു പെയിന്റിംഗ് ചരിഞ്ഞിരിക്കുന്നത് കണ്ടത്. പെയിന്റിംഗ് നേരെയാക്കി വെച്ചതും കറണ്ട് പോകും. കറണ്ട് പോയാൽ പിന്നെ റാന്തൽ വിളക്ക് കത്തിക്കുക എന്നുള്ളതാണല്ലോ ബംഗ്ലാവിന് അഴക്. പക്ഷേ ബംഗ്ലാവിലെ തീപ്പട്ടിയൊക്കെ വൻ മുറ്റാണ്. ഇത്തിരി പോകുന്ന ഒരു തീപ്പട്ടി കത്തിച്ച റൂം മുഴുവൻ ഒരുമാതിരി ഫിലമെന്റ് ബൾബിനേക്കാൾ വെളിച്ചം കിട്ടും. പ്രത്യേകിച്ച് ഈ ഷോട്ട് കണ്ടോ, ആ വെളിച്ചം മുഴുവൻ ആ റാന്തൽ വിളക്കിൽ നിന്നാണെന്നാണ് വെപ്പ്. അത് മാത്രമല്ല ചില ഷോട്ടിലൊക്കെ ടോർച്ച് ലൈറ്റിനേക്കാൾ ശക്തിയാണ് തീപ്പട്ടിക്ക്. ഇതൊക്കെ എന്തിനിവിടെ പറയാൻ പോകുന്നു? അല്ല, ഒരു കണക്ഷൻ കിട്ടിയപ്പോ എന്തായാലും നമ്മുടെ പ്രൊഫസർ ഇങ്ങനെ പെയിന്റിംഗ് നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് കുപ്പിവള കീലിങ്ങനെ ശബ്ദം കേൾക്കും. ആരും ഇല്ലാത്ത വീട്ടിൽ കറണ്ട് ഇല്ലാത്ത സമയത്ത് ഒരു മൂലയ്ക്ക് നിന്ന് കുപ്പിവളയുടെ ശബ്ദമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആരായാലും പേടിക്കും. പക്ഷേ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ പ്രൊഫസർ ഒരു പ്രത്യേക ടൈപ്പാണ്. പ്രൊഫസർ സ്കൂൾ അങ്ങേർക്ക് അങ്ങനെ ഞെട്ടലോ സങ്കോചമോ ഒന്നുമില്ല. പക്ഷേ ഓൺ ദ അതർ ഹാൻഡ് പ്രേതമായ ചേച്ചി ഏതാണ്ട് കൊപ്പറ കക്കാൻ പോയപ്പോൾ കയ്യോടെ പിടിച്ച പോലത്തുള്ള എക്സ്പ്രഷനാണ് ഇടുന്നത്. അപ്പോൾ നമ്മുടെ പ്രൊഫസർ ചോദിക്കും ആരാണ് എന്താണെന്നൊക്കെ. അപ്പോൾ ചേച്ചി പറയും ചേച്ചിയുടെ പേര് രാധ എന്നാണ്, ചേച്ചി എന്നും രാത്രി ഇവിടെ വരാറുണ്ടെന്നൊക്കെ. പക്ഷേ നമ്മുടെ പ്രൊഫസറിനെ അങ്ങനെ പറ്റിക്കാനൊന്നും പറ്റില്ല. അങ്ങേര് ചോദിക്കും ഇവിടെ സ്ഥിരമായി വരാറുണ്ടെന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് ഇതുവരെ ആരും കണ്ടിട്ടില്ലെന്നൊക്കെ പറഞ്ഞാൽ അപ്പോ അബദ്ധത്തിൽ ഇന്ന് എന്റെ മുന്നിൽ വന്ന് പെട്ടതാണ് അല്ലേ? സാറ് ഉറക്കമായിരിക്കുന്ന ഞാൻ വിചാരിച്ചത്. അപ്പോൾ മിനിമം വിദ്യാഭ്യാസം ഉള്ളത് ചോദിക്കും എന്നെ ഇവിടെ ഉറക്കി കിടത്തിയിട്ട് നിനക്ക് എന്താണ് ഈ പരിപാടി എന്ന്. പക്ഷേ പ്രൊഫസർ സ്കൂൾ അങ്ങേര് ഉടനെ അടുത്ത വിഷയത്തിലേക്ക് തന്നെ പോകും. ഇന്നലെ കുട്ടിയാണോ ഇതില്? പക്ഷേ അതിന് ഇത്രയും ശബ്ദം ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. നന്നായി അറിയാവുന്ന ഒരാൾക്ക് ഇത് പ്ലേ ചെയ്യാൻ കഴിയും. ഇന്നലെ അവള് പ്ലേ ചെയ്ത് നിങ്ങൾക്ക് കാണണം. ഇതിൽ നന്നായിട്ട് ടോം പിയാനോ വായിക്കും. നന്നായി അറിയാവുന്ന ഒരാൾക്ക് ഇത് പ്ലേ ചെയ്യാൻ കഴിയും. സാറിന് അറിയാമായിരിക്കും അല്ലേ? ഇല്ല, എനിക്കറിയില്ല. പിന്നെ താൻ എന്തിനാണ് ഇത്ര വലിയ വർത്തമാനം പറഞ്ഞത്? അപ്പോൾ വായിക്കാൻ അറിയാതെ തനിക്ക് എന്തിനാണോ പിയാനോ എന്ന് ചേച്ചി ചോദിക്കും. പക്ഷെ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് അങ്ങേറെ ഭാര്യയ്ക്ക് മേടിച്ചു കൊടുത്ത ആദ്യത്തെ ഗിഫ്റ്റാണ്. അപ്പോ പ്രേമവിവാഹമായിരുന്നു അല്ലേ? അതൊക്കെ നമ്മുടെ തോന്നലാണ്. ആ സമയത്തൊക്കെ പ്രൊഫസർ സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. യാത്രകളുടെ കാലമായിരുന്നു അത്. നിങ്ങൾ ഇത് കേട്ട് തെറ്റിദ്ധരിക്കേണ്ട, അങ്ങനെ സെമിനാറിനായിട്ട് നടത്തിയ യാത്രകളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചുമ്മാ നാട് നിങ്ങളെ കാള കളിച്ച് നടക്കുന്ന ഇങ്ങേർക്ക് വീട്ടിൽ വയ്യാത്ത അമ്മയെ നോക്കാൻ ഒരു വേലക്കാരിയെ വേണം, ഒരു ശമ്പളം ഇല്ലാത്ത കുക്ക്. അങ്ങനെ കെട്ടിക്കൊണ്ട് വന്നതാണ് ഈ ചേച്ചി. ഏതോ മുംബൈ മോഡലിനെ വിളിച്ചുകൊണ്ട് വന്ന് ചായപ്പിൽ ചായ ഇടുന്ന റോളൊക്കെ കൊടുത്തെങ്കിലും ചായ കൊടുക്കാൻ പോകുമ്പോൾ പോലും കാറ്റ് വാക്ക് ഉപേക്ഷിക്കാത്ത ചേച്ചി സിനിമയുടെ മൊത്തത്തിലുള്ള അലമ്പ് ഗ്രാഫ് ഉയരാതെ കാത്തുരക്ഷിച്ചു. അങ്ങനെ നമ്മുടെ പ്രൊഫസറുടെ അമ്മ മരിച്ചതിന് ശേഷം പ്രൊഫസർ ഭാര്യയും മുംബൈയിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി. പക്ഷെ അവിടെയും ഒന്നിച്ചായിരുന്നെങ്കിലും അന്യരെ പോലെയായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഇവർ മുംബൈയിൽ ഇങ്ങനെ അന്യരെ പോലെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു സംഭവം ഉണ്ടായത്. അതായത് സൗത്ത് ഇന്ത്യൻ കൾച്ചറൽ അസോസിയേഷൻ ഒരു പാർട്ടി നടത്തുന്നുണ്ടായിരുന്നു. ആ പാർട്ടിക്ക് നമ്മുടെ പ്രൊഫസർക്ക് ക്ഷണമുണ്ട്. ഒബ്വിയസ്ലി കാണുമല്ലോ, അങ്ങേർക്ക് എല്ലായിടത്തും ക്ഷണമുണ്ട്. പക്ഷെ അപ്പോൾ ഒരു കപ്പിൾസ് പാർട്ടി ആണ്ട് അങ്ങേർക്ക് ഭാര്യയും കൂടെ കൂട്ടിക്കൊണ്ട് പോകേണ്ടി വരുന്നു. ആദ്യമായി ഞാൻ അവൾക്കൊരു സാരി വാങ്ങിക്കൊടുത്തു. അപ്പോൾ അവൾക്ക് സന്തോഷമായോ എന്നെനിക്കറിയില്ല. കാരണം അത് കൊടുത്തപ്പോൾ ഞാൻ അവളുടെ മുഖം ശ്രദ്ധിച്ചിരുന്നില്ല. പാർട്ടി 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 കാര്യം ഓറഞ്ച് ജ്യൂസും സർവാണിയൊക്കെ ആണെങ്കിൽ ഈ സീനിന്റെ ഗംഭീര ഡയറക്ഷൻ നമുക്കൊരു ആക്ച്വൽ പാർട്ടിയുടെ ഫീൽ തരുന്നുണ്ട്. ക്യാമറ ഇങ്ങനെ പോകുമ്പോൾ എല്ലാവരും അതിൽ നോക്കി ചിരിക്കുന്നതൊക്കെ പോട്ടെ, പ്രൊഫസറും ഭാര്യയും കയറി വരുമ്പോൾ ഈ സൈഡിൽ നിൽക്കുന്നവരെ കണ്ടോ? ഹലോ 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 ഹലോ
പിന്നെ കൾച്ചറൽ അസോസിയേഷൻ എന്നൊക്കെ പറയാമെന്നുള്ളൂ, അവിടെ നടക്കുന്നതൊക്കെ തീരെ കൾച്ചർ ഇല്ലാത്ത പരിപാടിയാണ്. ഇമാതിരി വൈബ് പാർട്ടി നടക്കുന്നതിനിടയ്ക്ക് ഒരു ഇമ്പോർട്ടന്റ് അനൗൺസ്മെന്റ് വരുന്നു. ഗുഡ് ഈവനിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ഹിയർ ഈസ് ആൻ ഇമ്പോർട്ടന്റ് അനൗൺസ്മെന്റ്. ഇവിടെ കൂടിയിരിക്കുന്ന പുരുഷന്മാരുടെ പേരുകളാണ് ഇതിലുള്ളത്. ആരുടെ പേരാണോ നറുക്ക് വീഴുന്നത് അദ്ദേഹത്തിന്റെ വൈഫ് ഈ വേദിയിൽ വന്ന് ഒരു പെർഫോം ചെയ്യണം. എന്നാ പിന്നെ ആദ്യമേ ഭാര്യമാരുടെ പേര് മാത്രം ഇട്ടങ്ങ് നറുക്കെടുത്താ പോരെ? എന്തായാലും പേര് വിളിക്കേണ്ട താമസം ചേച്ചി അങ്ങോട്ട് വന്നിരുന്നു പിയാനോയിൽ വിരൽ വെച്ചൊരു വിളയാട്ടം, കൂടെ ചിത്രയുടെ ശബ്ദത്തിലൊരു പാട്ടും. എന്തായാലും ചേച്ചിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് മനസ്സിലായപ്പോഴത്തേക്കും പ്രൊഫസർ എന്തായാലും ബാക്കിയുള്ള സെമിനാറുകളൊക്കെ ക്യാൻസൽ ചെയ്ത് ചേച്ചിയെ കൊണ്ട് മൊട്ട വെയിലത്ത് ഡ്യുവറ്റ് പാടാൻ പോകും. ആ പാട്ടാണെങ്കിൽ ഒരുമാതിരി മറ്റുള്ള ദേശീയ MMS ഒക്കെ ഷൂട്ട് ചെയ്യുന്ന പോലെ ഒളിക്യാമറയൊക്കെ വെച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അങ്ങോട്ട് ഡെയിലി പിയാനോ വായനയായിരുന്നു. അപ്പോൾ സംഗീത സാന്ദ്രമായ അവരുടെ ഈ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ നുറുങ്ങ് തമാശകൾ നടക്കുന്നുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ആനിവേഴ്സറിക്ക് വിളിച്ചുകൊണ്ട് പോയി കോഴിക്കുഞ്ഞിനെ തിന്നാൻ കൊടുക്കുക, ഓഫീസിൽ പോയെന്ന് പറഞ്ഞ് പറ്റിച്ച് തിരിച്ച് കയറി വന്ന് ഞെട്ടിയ പോലെ അഭിനയിക്കുക. പിന്നെ ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനമല്ലേ, ഇത് പ്രൊഫസർ ചേച്ചിയുടെ കണ്ണിലെ നീറ്റിൽ മാറ്റുന്നതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞ പ്രൊഫസർ ആളൊരു റൊമാൻറ്റിക് ആണ്. കട്ടിൽ കാണുന്നത് വരെ, കട്ടിൽ കണ്ട് കഴിഞ്ഞ അപ്പോൾ ഇങ്ങനെ ഗംഭീരമായിട്ട് പൊക്കോണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ പ്രൊഫസർക്ക് വീണ്ടും ഒരു സെമിനാർ കയറി വരുന്നത്. അങ്ങേര് ചെല്ലാമെന്ന് വാക്ക് കൊടുത്തു. പിന്നെ നമ്മുടെ പ്രൊഫസറിൻ്റെ കാര്യം ഇതിനോടൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു പ്രത്യേക ടൈപ്പാണ്. അതായത് നമ്മൾ എന്ത് വേണമെങ്കിലും ചോദിച്ചാൽ പ്രൊഫസർക്ക് തോന്നിയ മറുപടിയെ പറയും. ഉദാഹരണത്തിന് 2 ദിവസത്തെ യാത്രയ്ക്ക് 2 പേരെ ഡ്രസ്സ് പോരെ എന്ന് ചോദിക്കുന്ന ഭാര്യയോട് ഇങ്ങേര് പറയുകയാണ്, നീ വിഷമിക്കണ്ട, സെമിനാർ കഴിയുന്ന അടുത്ത നിമിഷം ഞാനിവിടെ എത്തും. അടുത്ത സെക്കൻഡ് തിരിച്ചെത്തുന്നു. എങ്ങനെ നടക്കാനാണ്? പിന്നെ ഹണിമൂൺ ഫേസിൽ അമ്പിളിമാമനെ വരെ പിടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നവരുണ്ട്, അറിയാലോ. അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ നമ്മുടെ പ്രൊഫസറുടെ നിരീക്ഷണ ശക്തി കൊണ്ട് അദ്ദേഹം ഭാര്യയുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കും. എനിക്കറിയാം, നമുക്കിടയിൽ ഒരു കുഞ്ഞില്ലാത്തതാണ് നിനക്കുള്ള വിഷമം. നമുക്കിപ്പോഴൊരു കുഞ്ഞു വേണ്ട. അതെന്താ? എനിക്ക് ഈ സ്നേഹം പങ്കുവെക്കാനാവില്ല. എന്തായാലും കുഞ്ഞ് വേണ്ടാന്ന് ചേച്ചി പറഞ്ഞെങ്കിലും അങ്ങനെ അതൊന്നും മൈൻഡ് ചെയ്യാതെ പ്രൊസീഡ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ചേച്ചിയുടെ മുഖിൽ നിന്ന് ചോര വരും. ആൻഡ് ദാറ്റ് വാസ് എ ഹ്യൂജ് ടേൺ ഓഫ്. അപ്പോൾ പിന്നെ മൂക്കിൽ നിന്നൊക്കെ ചോര വന്നല്ലോ. അപ്പോൾ ചേച്ചി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതായി പ്രൊഫസറുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പോൾ എത്രയും ഫാസ്റ്റായിട്ട് പോകാൻ പറ്റുമോ അത്രയും ഫാസ്റ്റായിട്ട്. അങ്ങനെ ചേച്ചി ICU കൊണ്ടുപോകും. നമ്മുടെ പ്രൊഫസർ പുറത്ത് നിൽക്കുന്നത്. അത് പിന്നെ അങ്ങനെ ഒരു ICU പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാം സീൽഡ് ആണെങ്കിലും അതിൻ്റെ മത്തങ്ങ വലുപ്പത്തിലുള്ള സീൽ കൂടെ അതിൻ്റെ അകത്ത് നടക്കുന്നൊക്കെ ഇങ്ങനെ പുറത്ത് കാണാം. എന്തായാലും ചേച്ചിയുടെ പൾസ് പിടിച്ച് നോക്കി ചേച്ചിയുടെ രോഗം ഗോവിന്ദച്ചാമിയെ കേരള പോലീസ് ബുക്ക് ചെയ്യുന്നതിനേക്കാൾ വേഗത്തിൽ ഒരു ഡോക്ടർ കണ്ടുപിടിക്കും. എന്താ സംഭവിച്ചത്? ഐ എം സോറി. വാട്ട് യു മീൻ? ത്രോംബോസൈറ്റോഫീനിയ എന്നാണ് ഈ രോഗത്തിന്റെ പേര്. മിന്നാരത്തിൽ ലാലു അലക്സ് പറഞ്ഞ എന്തോ അസുഖത്തിന്റെ പേര് പോലെ ഉണ്ടല്ലോ. എന്തായാലും ഭാര്യ ഡെഡായ സങ്കടത്തിൽ നിൽക്കുന്ന പ്രൊഫസറിൽ നിന്ന് ഇപ്പോൾ സങ്കടപ്പെട്ടിരിക്കുന്ന പ്രൊഫസറിലേക്ക് ഒരു ട്രാൻസിഷൻ ഉണ്ട്. വേൾഡ് സിനിമയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ട്രാൻസിഷൻസ്. പാവം, ഈ കഥയെല്ലാം ഇപ്പോൾ ഓർത്തെടുത്തത് വിഷമമല്ലേ? ഇല്ല, ഒരിക്കലുമില്ല. കുട്ടിയോട് ഇത് പറഞ്ഞപ്പോ യഥാർത്ഥത്തിൽ എനിക്ക് ആശ്വാസമാണ് തോന്നുന്നത്. എന്നാ ഞാൻ പോട്ടെ. എന്തായാലും പ്രൊഫസറുടെ സെന്റി അടിക്ക് വളരെ വില കൊടുത്തിട്ട് ചേച്ചി ഇറങ്ങിപ്പോകും. പക്ഷെ പ്രൊഫസറുടെ മനസ്സിൽ ചേച്ചി ആഴത്തിൽ പതിഞ്ഞിരുന്നു. രാധ തൊട്ടടുത്ത ദിവസം അങ്ങേര് എറിഞ്ഞ നമ്പറുകൾ ഏൽക്കാത്തതിന്റെ ദണ്ഡത്തിൽ സംസ്കൃത ശ്ലോകം കേട്ടോണ്ടിരിക്കുമ്പോഴാണ് ചേച്ചി കട്ടളയിൽ ചാരി എന്ന് ശ്ലോകം ആസ്വദിക്കുന്ന അദ്ദേഹം കണ്ടത്. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഇതൊരു വീടിന്റെ ഫ്രണ്ട് ഡോർ അല്ല, ഇതൊരു ബംഗ്ലാവിന്റെ 2ാം നിലയിലുള്ള ഏതോ ഒരു റൂമിന്റെ കഥ കാണും. അപ്പൊ നമ്മളൊക്കെ നമ്മുടെ 2ാം നിലയിൽ ഇങ്ങനെ ഒരാളെ കണ്ടാൽ ചോദിക്കും, എന്നാ ഇത് കോമ്പൗണ്ടുകളെല്ലാം വന്ന് പിച്ച എടുக்கிறீங்க? പക്ഷെ ഞാൻ പറഞ്ഞില്ല, പ്രൊഫസർ സ്കൂൾ. അങ്ങേര് പറയും, ഞാൻ കാത്തിരിക്കുകയായിരുന്നു, വരൂ. അപ്പൊ കേട്ട ശ്ലോകത്തിന്റെ അർത്ഥം അറിയാമെന്ന് ചോദിക്കുമ്പോൾ ചേച്ചി മണി പോലെ അർത്ഥം പറയും. സംസ്കൃതം പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ചേച്ചി പറയും, ചേച്ചി ഹരികൃഷ്ണനാണ് ജീവിതവും ജീവിത ലക്ഷ്യവും പിന്നെ കൂട്ടത്തിൽ കുറച്ച് സംസ്കൃതവും ഒക്കെ പഠിപ്പിച്ചത്. ഹരികൃഷ്ണനോ? അപ്പൊ ഹരികൃഷ്ണന്റെ ഇൻട്രോയിൽ തന്നെ അദ്ദേഹം എത്ര മികച്ചൊരു മനുഷ്യ സ്നേഹിയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഹരികൃഷ്ണ, എന്താ ഇത്രയും വൈകിയത്? ഒന്നും പറയണ്ട, വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ്, ഒരാൾ വണ്ടി തട്ടി റോഡിൽ കിടക്കുന്നു. എന്നാ ആരെങ്കിലും ഒന്ന് ആസ്പത്രിയിൽ എത്തിക്കണ്ടേ? ഒരൊറ്റ മനുഷ്യൻ തിരിഞ്ഞു നോക്കുന്നില്ല. എന്നിട്ട് ഞാനാ അയാൾ ആസ്പത്രിയിലാക്കിയത്. സമയത്ത് എത്തിയതുകൊണ്ട് ആള് രക്ഷപ്പെട്ടു. എത്ര വയസ്സുണ്ടായി ചേച്ചിക്ക്? ഒരു 40-45. ചേച്ചിക്കല്ല, ചേച്ചിയുടെ പുത്രിക്ക്. ചോദിച്ചില്ല, ഒരു 17 ഉണ്ടാവും. അതാണ്. അല്ലെങ്കിൽ നീയൊക്കെ ആരെങ്കിലും ഒക്കെ സഹായിക്കണം. അതാണ്
അപ്പോൾ നമ്മുടെ ഹരികൃഷ്ണൻ ഒരു ഓൾഡ് ഏജ് ആശ്രമം നടത്തുകയാണ്. അപ്പോൾ ഇങ്ങനെ ആശ്രമം നടത്തി റോഡിൽ കിടക്കുന്ന ആൾക്കാരെയൊക്കെ ഇങ്ങനെ രക്ഷിച്ച് ബാക്കി എന്തെങ്കിലും സ്പെയർ ടൈം ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ കോളേജ് പിള്ളേരെ ഡാൻസ് കാണാൻ പോകാറുണ്ട്. അങ്ങനെ പോയപ്പോഴാണ് നമ്മുടെ ചേച്ചി പതാകയൊക്കെ പിടിച്ച് ഒറിജിനൽ LED ലൈറ്റ് എഫക്റ്റിൽ നിന്ന് കളിക്കുന്ന ഡാൻസ് അങ്ങനെ കണ്ടു നിന്ന് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഹരികൃഷ്ണനെ ആ കൂട്ടത്തിൽ കൂട്ടണ്ട. അങ്ങനെ ഗ്രീൻ റൂമിലോട്ട് കയറി ചെന്ന് പൂരച്ചീത്ത. അതിന് ഞാനെന്താ ചെയ്തേ? എന്താ ചെയ്തെന്ന്? അഹിംസ പരമോ ധർമ്മ എന്ന് ഉച്ചത്തിൽ പാടിയല്ലോ. ആയുധങ്ങളുടെ പിൻബലത്തോടെ അധികാരം സ്ഥാപിച്ച് ഒന്നാകെ അടിമത്തത്തിലാക്കിയവർക്കെതിരെ പോരാടുന്നതിന് വേണ്ടിയുള്ള ആ മന്ത്രം തന്റെ സ്വന്തം ജീവിതം കൊണ്ട് പ്രാവർത്തികമാക്കിയ മഹാത്മാ. മലയാളം നന്നായിട്ട് അറിയുന്നതിന് പോലും ഒരു പുല്ലും മനസ്സിലാവാത്ത രീതിയിൽ ഏതാണ്ടൊക്കെ പറഞ്ഞ് ചേച്ചി അങ്ങ് കൺഫ്യൂസ്ഡ് ആക്കി. അതുകൊണ്ട് ഒന്നും മനസ്സിലാവാത്തതുകൊണ്ട് ചേച്ചി ഒന്നും പറയാതെ മിണ്ടാതെ നിന്നു. അപ്പോൾ എല്ലാവരും കൊള്ളാമെന്ന് പറഞ്ഞൊരു സാധനം വകയ്ക്ക് കൊള്ളില്ല എന്ന് പറഞ്ഞ അണ്ണൻ ആരാണെന്ന് അറിയാൻ ചേച്ചിയുടെ മനസ്സിൽ വല്ലാത്തൊരു ആഗ്രഹം. അങ്ങനെ ചേച്ചി മൂടി പൊതിച്ച് റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കാണാം അങ്ങേര് താണ്ട് ഏതൊരു തള്ളയോട് സംസാരിച്ചിട്ട് പോകുന്നു. ചേച്ചി മടിച്ചില്ല. ചേച്ചി ഓടിച്ചെന്നവരോട് ചോദിച്ചു, മാതാജി ആ പോയതാരാ? ആര്? ഹരികൃഷ്ണനോ? അവൻ എന്റെ മകൻ. മാതാജിയുടെ മകനോ? ഓൾഡ് ഏജ് ഹോമിലെ അന്തേവാസികളുടെ എല്ലാം മകൻ. പിന്നെ നമ്മുടെ ഹരികൃഷ്ണൻ പ്രൊഫസറിനെ പോലെ ഒരു പ്രത്യേക ടൈപ്പാണ്. അതായത് ഹരികൃഷ്ണന്റെ ഇൻട്രോയിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ശബ്ദം കേൾക്കാം. ശ്രീറാം ഓൾഡ് ഏജ് ഹോമിന് വേണ്ടി സമാഹരിച്ച തുക മാതാജി അന്നപൂർണേശ്വരി കളക്ടറുടെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങുന്നു. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈ ആശ്രമത്തിലോട്ട് ആരോ കുറച്ച് പേര് പൈസ സമാഹരിച്ചു, അത് കളക്ടർ നമ്മുടെ മേട്ടറിന് കൊടുക്കുന്നു. ഇതല്ലേ സംഭവം? പക്ഷെ അങ്ങനെയല്ല സംഭവം. ഇപ്പോഴവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അവനാ. ഇന്ന് തന്നെ വേദി വെച്ച് തന്ന ആ പണം പോലും സമാഹരിച്ചത് ഹരിയ. എന്നാ പിന്നെ ഈ പൈസ ഇങ്ങനെ നേരിട്ടും കൊടുത്താൽ പോരെ? ഇത് മാത്രമല്ല, മനോഹരമായ ഒരു കവിതയുടെ ആത്മാവ് നശിപ്പിച്ചു കളഞ്ഞില്ലേ എന്നിങ്ങനെ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മളും വിചാരിക്കും ഏത് മഹാകവി എഴുതിയ മഹാകാവ്യത്തെ പറ്റിയാണ് ഇയാൾ ഇങ്ങനെ സംസാരിക്കുന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പൊ പ്രശസ്തമായ കൃതിയുടെ അജ്ഞാതനായ എഴുത്തുകാരൻ ഹരികൃഷ്ണനാണല്ലേ. എന്നാ ഇങ്ങനെ എന്തിനാ സ്വന്തം പേര് വെക്കാതെ ആ കവിത എഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറയും വേണ്ട, അത് രഹസ്യമായി തന്നെ ഇരിക്കട്ടെ. ആരും അറിയാതിരിക്കാനായിരിക്കും ഓൾഡ് ഏജ് ഹോമിലെ ലൈബ്രറിക്കകത്ത് ബാക്കിയുള്ള ബുക്കിന്റെ ഇടയ്ക്ക് ഹരികൃഷ്ണൻ എന്ന ലേബൽ തന്നെ ഒട്ടിച്ച് കവിതയുള്ള ഡയറി കൊണ്ടുവന്ന് വെച്ചത്. ഗംഭീര ഐഡിയ തന്നെ. താങ്ക്സ്. പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും അഭിപ്രായത്തിൽ സ്ഥിരതയുള്ളവനാണ് ഹരികൃഷ്ണൻ. ഇപ്പൊ ഒന്ന് പറഞ്ഞിട്ട് പിന്നെ അത് മാറ്റി പറയുന്ന സ്വഭാവം അങ്ങേർക്കില്ല. രാധിക്കറിയോ, 2020 ആകുമ്പോഴേക്കും ലോകത്തിൽ ഏറ്റവും അധികം വൃദ്ധരുള്ള രാജ്യമാവും ഇന്ത്യ. ആളുകളുടെ ഇപ്പോഴത്തെ മനോഭാവം വെച്ച് നോക്കിയാൽ അത് വളരെ അപകടകരമാണ്. വാർദ്ധക്യം അവരുടെ 2ാം ബാല്യമാണ്. അവരെ ശുശ്രൂഷിക്കുന്നതിനേക്കാൾ വലിയ പുണ്യം വേറെയില്ല. അയ്യോ, അത്രയ്ക്ക് ആയുസൊന്നും വേണ്ട. കിഴവനായി നിൽക്കാനും നടക്കാനും പറ്റാതെ മറ്റുള്ളവർക്ക് ബാധ്യതയായി എന്തിനാ അത്രയും കാലം ജീവിക്കുന്നേ? അപ്പോൾ ഇങ്ങനെ റെഡ് ഫ്ലാഗുകളുടെ ഘോഷയാത്ര ഹരികൃഷ്ണനോട് രാധയ്ക്ക് ഒരു ഇഷ്ക് പ്യാർ. പക്ഷെ അണ്ണൻ ഒരു ചെറിയ ഇൻസൽ ലെവലാണ്. കാരണം ചേച്ചി എപ്പോഴൊക്കെ പ്രേമത്തിൻ്റെ കാര്യം എടുത്തുകൊണ്ട് വന്നാലും ചേച്ചിക്ക് പൈസയുടെ ഹുങ്കാണെന്നും പറഞ്ഞ് അണ്ണൻ പുച്ഛിച്ച് വിടും. അങ്ങനെ അവസാനം അണ്ണൻ US ജോലി കിട്ടും. അപ്പോൾ US ജോലിക്ക് അണ്ണനെ വിടണമെങ്കിൽ അണ്ണൻ രാധയെ കല്യാണം കഴിക്കണമെന്ന് ഓൾഡ് ഏജ് ഹോമിലെ ആളുകൾ പറയുമ്പോൾ അണ്ണൻ പലതും പറഞ്ഞ് ഒഴിവാക്കാൻ നോക്കും. അവസാനം വേറെ വഴിയൊന്നും ഇല്ലാതെ അണ്ണൻ സമ്മതിക്കും, വല്ലാണ്ട് സമ്മതിക്കും. എല്ലാം കൊള്ളായിരുന്നു. പക്ഷേ ഹരി രാധ എൻഗേജ്ഡ് ആയതിനു ശേഷം ഒരു സംഭവം നടന്നു. പക്ഷേ എനിക്കത് അത്ര സുഖകരമായിട്ട് തോന്നിയില്ല. അപ്പോൾ ഹരികൃഷ്ണൻ അമേരിക്ക പോയതിനു ശേഷം പിന്നെ ഇവർ ഫോൺ വഴി പ്രണയിക്കാൻ തുടങ്ങി. ഈ കഥയെല്ലാം അപ്പോൾ നമ്മുടെ രാധ പ്രൊഫസർ ഉറങ്ങി കിടക്കുമ്പോൾ അങ്ങേര് വെച്ചിരുന്ന പേപ്പറിൽ എഴുതി കൊടുക്കും. അങ്ങേര് എഴുതിയാണെന്ന് പറഞ്ഞ് ഡയറക്ടർ കൊടുക്കും. അപ്പോൾ ഇത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരാവശ്യമില്ലാതെ വേറൊരു എൻട്രി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പ്രൊഫസർ എഴുതിയ കഥ നേരിട്ട് വായിക്കാനായിട്ട് കെട്ടിയെടുത്ത ഇങ്ങനെ രാധ ചേച്ചി കൊല്ലും. അതായത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഹരികൃഷ്ണൻ അമേരിക്കയിൽ ഇങ്ങേറെ കമ്പനിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഹരികൃഷ്ണൻ കൊടുത്തുവിട്ട ഗിഫ്റ്റ് മേടിക്കാനായിട്ട് വന്ന ചേച്ചിയെ ജയദേവ് സാർ കയറി പിടിക്കാൻ നോക്കും. ചേച്ചി തലയും കുത്തി താഴെ വീഴും. അണ്ണൻ ചേച്ചി ആ കാറോട് കൊക്കയിലോട്ട് തള്ളിയിടും. പക്ഷേ ഇതൊന്നുമല്ല ട്രാജഡി. ചേച്ചി മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഹരികൃഷ്ണന് സംഭവിച്ചതാണ് ഈ യഥാർത്ഥ ട്രാജഡി. ഹലോ, കഥ പോലും ഇല്ലാത്ത പടത്തിന് പൈസ ഇറക്കാന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ പടമായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും പടം ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ചേച്ചിയും സുധീഷ് സാറും കൂടെ പെട്ടിയും കിടക്കെടുത്ത് സ്ഥലം വിടും. പക്ഷേ ഭാര്യയുടെ മരണത്തിന് ശേഷം യഥാർത്ഥ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാത്ത നമ്മുടെ പ്രൊഫസർ ഹരിയുടെയും രാധയുടെയും കഥ കേട്ട് ഇംപ്രസ്ഡ് ആയി അവരെ പോലുള്ള അവരെ പോലുള്ള 2 പ്രതിമ ഉണ്ടാക്കും പിള്ളേർക്ക് ഭജന പാടിയിരുന്ന് പൂജിക്കാൻ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ബന്ധമില്ലാതെ പെൻഷൻ മേടിക്കാറായ ഒരു കൃഷ്ണനും വേറൊരു രാധയും കൂടുതലൊരു ഡാൻസ്, അതും കൂടെ ആകുമ്പോൾ പടം തീരും. ഈ വന്നവരും നിന്നവരൊക്കെ പോട്ടെ, പക്ഷെ ഇത്രയും തേമ്പിയ കഥ കേട്ടിട്ട് ആരാണ് ഈ പടമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സാധാരണ നന്നായിട്ട് അഭിനയിക്കുന്ന നടന്മാർ ഇത്ര കൂറായിട്ട് അഭിനയിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമം തോന്നി. പക്ഷെ സാധാരണ കൂറായിട്ട് അഭിനയിക്കുന്ന നടന്മാർ അതിനേക്കാൾ കൂറായിട്ട് അഭിനയിച്ച ഒരു മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് കണ്ടപ്പോൾ ആ സങ്കടം അങ്ങ് മാറിക്കിട്ടി.
കളഞ്ഞു.